പ്രവാസ ലോകത്തെ വാർത്തകൾ. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ ആഗോള ലോജിസ്റ്റിക്സ് രംഗത്തേക്ക് ഔദ്യോഗികമായി കടന്നു. അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ പിന്തുണയോടെ വേഗതയും സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്ന സേവനങ്ങളാണ് റിയാദ് കാർഗോ വാഗ്ദാനം ചെയ്യുന്നത്. റിയാദ് ലണ്ടൻ റൂട്ടിൽ നടത്തിയ പരീക്ഷണ പറക്കലുകൾ മികച്ച വിജയമായതോടെയാണ് സേവനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചത്. പെട്ടെന്ന് കേടാകുന്ന ഉൽപ്പന്നങ്ങളും ഉയർന്ന മൂല്യമുള്ള ചരക്കുകളും സുരക്ഷിതമായി എത്തിക്കാൻ പ്രത്യേക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രങ്ങൾ, പൂക്കൾ, മത്സ്യം, ചായ, കാപ്പി തുടങ്ങിയ ചരക്കുകളാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുക. ആദ്യഘട്ടത്തിൽ കമ്പനി ഓർഡർ ചെയ്തിട്ടുള്ള 120-ലധികം വൈഡ് ബോഡി വിമാനങ്ങളിലെ ചരക്കറകൾ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തനങ്ങളിൽ കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കാൻ സമഗ്രമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർവേ ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിലും ഡേറ്റ തത്സമയം വിശകലനം ചെയ്യുന്നതിനുമായി ചാംസ്, യൂണിലോഡ് തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളുമായി റിയാദ് കാർഗോ പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. ചരക്കുകളുടെ നീക്കം ഓരോ നിമിഷവും നിരീക്ഷിക്കാൻ കഴിയുന്ന റിയൽ ടൈം ട്രാക്കിംഗ് സംവിധാനവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലെ 3 പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഗ്രൗണ്ട് ഹാൻഡലിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് പ്രധാന കേന്ദ്രങ്ങൾ. സ്റ്റാറ്റസ് സൗദി കമ്പനിയുമായി ചേർന്നാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗ്രൗണ്ട് ഹാൻഡലിംഗ് സേവനങ്ങൾ റിയാദ് കാർഗോ ഉറപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ ലോകത്തിലെ ഏറ്റവും വലുതും നൂതനവുമായ ആഗോള ഭക്ഷ്യവ്യാപാര കേന്ദ്രം വരുന്നു. ദുബായ് ഫുഡ് ഡിസ്ട്രിക്ട് പദ്ധതിയുടെ രൂപരേഖ DP വേൾഡ് ഔദ്യോഗികമായി പുറത്തിറക്കി. നിലവിൽ ദുബായിലെ അൽ അവീർ സെൻട്രൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് വിപുലീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഫുഡ് ഡിസ്ട്രിക്ട് എന്ന പേരിൽ പുതിയ കേന്ദ്രം രൂപം കൊള്ളുന്നത്. 2024 UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച ആഗോള ഭക്ഷ്യ വ്യാപാര കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായാണ് ദുബായ് ഫുഡ് ഡിസ്ട്രിക്ട് യാഥാർത്ഥ്യമാകുന്നത്. പഴം, പച്ചക്കറി, പാലുൽപ്പന്നങ്ങൾ, മുളപ്പിച്ച വിത്തുൽപ്പന്നങ്ങൾ തുടങ്ങിയ വിവിധ ഭക്ഷ്യവിഭാഗങ്ങളുടെ വ്യാപാരവും സംഭരണവും സംസ്കരണവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് പദ്ധതി. ഘട്ടം ഘട്ടമായാണ് ഫുഡ് ഡിസ്ട്രിക്ട് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടം അടുത്ത വർഷം ആരംഭിക്കും. 2.9 കോടി ചതുരശ്ര അടി വിസ്തീർണമുള്ള മൾട്ടി കാറ്റഗറി ഫുഡ് ട്രേഡ് ഹബ്ബായിരിക്കും ഇത്. നിലവിലെ അൽ അവീർ മാർക്കറ്റിന്റെ ഇരട്ടിയിലേറെ വിസ്തീർണത്തിലായിരിക്കും പുതിയ കേന്ദ്രം വികസിപ്പിക്കുക. ഇതോടെ ഭക്ഷ്യവിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വ്യാപാരശേഷി വർദ്ധിപ്പിക്കുകയും പ്രാദേശിക ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി പൂർത്തിയാകുന്നതോടെ വ്യാപാരം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവ ഒരു കേന്ദ്രത്തിൽ തന്നെ നടപ്പാക്കാൻ കഴിയും. കോൾഡ് സ്റ്റോറുകൾ, താപനില നിയന്ത്രിത വെയർഹൌസിംഗ്, പ്രൈമറി, സെക്കൻഡറി പ്രോസസിംഗ് യൂണിറ്റുകൾ, ഡിജിറ്റൽ ബാക്ക് ഓഫീസ് സൊല്യൂഷനുകൾ, ക്യാഷ് ആൻഡ് ക്യാരി സൗകര്യങ്ങൾ, ബിസിനസ് ഉപഭോക്തൃ സേവനങ്ങൾക്കായി ഗാർമെന്റ് ഫുഡ് ഹാൾ എന്നിവയും കേന്ദ്രത്തിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒമാനിൽ കൂടുതൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. എണ്ണ, പ്രകൃതിവാതകം, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാരം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനാൽ ഈ മേഖലകളിലെ പ്രവാസികളെ പരമാവധി ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രാലയ പ്രതിനിധികൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വർഷം അവസാന പാദത്തോടെ സ്വകാര്യ മേഖലയിൽ 50,000-ഉം പൊതുമേഖലയിൽ 10,000-ഉം ഉൾപ്പെടെ ആകെ 60,000 തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കായി സൃഷ്ടിക്കുമെന്ന് പ്ലാനിംഗ് ആൻഡ് ലേബർ പോളിസി അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ അബ്ദുള്ള ബിൻ മുറാദ് അൽ മലാഹി അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ 74,000 സ്വദേശികൾ തൊഴിലന്വേഷകരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബവൈൻ പറഞ്ഞു. സഹേം സംരംഭം വഴി ഇതിനകം നിരവധി പേർക്ക് ജോലി ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അവശേഷിക്കുന്ന തൊഴിലന്വേഷകർക്ക് ജോലി ലഭ്യമാകുന്നതുവരെ വേതന സബ്സിഡിയും ആവശ്യമായ തൊഴിൽ പരിശീലനവും നൽകുമെന്ന് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് ബിൻ സലേം അൽ ഖമാരി അറിയിച്ചു. 2025-ൽ 36,413 തൊഴിലവസരങ്ങളും 15,069 തൊഴിൽ പരിശീലന അവസരങ്ങളും ഒരുക്കിയതായി തൊഴിൽ ഡയറക്ടറേറ്റ് ജനറൽ ഡയറക്ടർ ജനറൽ അമ്മാർ ബിൻ സലേം അൽസാദി വ്യക്തമാക്കി. തൊഴിൽ സുരക്ഷാ ആനുകൂല്യത്തിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം 660 ആണെന്നും വേതന സംരക്ഷണ സംവിധാനത്തിൽ 1,41,000-ത്തിലധികം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.